എല്ലാവർക്കും നമസ്കാരം. സ്വർണത്തിൻ്റെ GST യുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം കേരള GST കൗൺസിൽ കൈക്കൊണ്ടിട്ടുണ്ട്. ഇത് എന്തൊക്കെയാണ്, ഇത് സ്വർണ്ണ വ്യാപാര മേഖലയിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്ന് വിശദമായി പരിശോധിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. 2023 GST കൗൺസിൽ സ്വർണ്ണത്തിന് ഇ-വേ ബിൽ ഏർപ്പെടുത്തണം എന്നുള്ള ഒരു വിഷയം സർക്കാരുമായിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 2 ലക്ഷം രൂപയിൽ കൂടുതലുള്ള വിപണി മൂല്യം, അതായത് ട്രാൻസാക്ഷൻ ഇടപാടുകൾക്ക് തീർച്ചയായിട്ടും ഇ-വേ ബില്ല് വേണം എന്നുള്ള റെക്കമെൻഡേഷൻ GST കൗൺസിൽ സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ള പ്രത്യേക അധികാരം അതാത് സംസ്ഥാന സർക്കാരുകൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു സംസ്ഥാന സർക്കാർ പോലും ഇന്നേ വരെ സ്വർണ്ണത്തിനുള്ള ഒരു ഇ-വേ ബിൽ സമ്പ്രദായം നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കേരള സർക്കാർ, അതായത് കേരള GST ഡിപ്പാർട്ട്മെൻറ്റ് ഈ വരുന്ന 1/1/2025 മുതൽ 10 ലക്ഷം രൂപയിൽ കൂടുതൽ വ്യാപാര ആവശ്യത്തിന് വേണ്ടി സ്വർണം കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും ഇ-വേ ബില്ല് വേണം എന്നുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 1/1/2025 മുതൽ 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ളൊരു സ്വർണം വ്യാപാര ആവശ്യത്തിന് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അത് ഇ-വേ ബില്ലിൻ്റെ സഹായത്തോടു കൂടി മാത്രം, അല്ലെങ്കിൽ സപ്പോർട്ടഡ് ബൈ ഇ-വേ ബില്ല് മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ പ്രത്യേകം പറയുന്നത് വ്യാപാര ആവശ്യത്തിന് കൊണ്ടുപോവുക എന്നാണ്. അപ്പോൾ ഒരു വ്യക്തി സ്വന്തമായിട്ടുള്ളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടൊരു സ്വർണം 10 ലക്ഷം രൂപയിൽ കൂടുതൽ വിപണി മൂല്യമുള്ള ഒരു സ്വർണം സ്വന്തം ആവശ്യത്തിന് കൊണ്ടുപോയെങ്കിൽ അവിടെ ഇ-വേ ബില്ല് ആവശ്യമില്ല. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് കൊണ്ടുപോകുന്നത് വ്യാപാര ആവശ്യത്തിനാണോ സ്വന്തം ആവശ്യത്തിനാണോ എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം കൊണ്ടുപോകുന്ന ആളുടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 10 ലക്ഷം രൂപയിൽ കൂടുതൽ വാല്യൂ ഉള്ളൊരു സ്വർണം കൊണ്ടുപോകുന്ന ആളുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഒരു 10 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഇന്നത്തെ സ്വർണത്തിൻ്റെ വാല്യൂ അനുസരിച്ച് നോക്കുമ്പോൾ ഒരു 20 പവൻ സ്വർണത്തിൽ കൂടുതൽ കൈവശം വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വ്യാപാര ആവശ്യത്തിനാണെങ്കിൽ നിർബന്ധമായിട്ടും ഇ-വേ ബില്ല് കൈവശം വെക്കുക. അതല്ലാത്ത കേസിൽ നിങ്ങൾ കൊണ്ടുപോകുന്നത് വ്യാപാരത്തിനല്ല സ്വന്തം ആവശ്യത്തിനാണ് എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള രേഖയും നിങ്ങൾ കൈവശം വെക്കണം. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് ശിക്ഷാ നടപടികളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. നികുതി സംബന്ധവും ബിസിനസ് പരവുമായ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇതിൻ്റെ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ട ആളുകൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുമായിട്ട് തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധവും സമാധാനപരവുമായിട്ടുള്ള ഒരു പുതുവത്സരം ആശംസിക്കുന്നു. ഒരു പുതിയ വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.